സംവിധായകൻ ഷാഫിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ന്യൂറോ സർജിക്കൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഷാഫിയുള്ളതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അഹമ്മദ് മുജ്തബ വിശദാംശം നൽകും. മുജ്തബ, എന്താണ് ഷാഫിക്ക് ഉണ്ടായിരുന്നത്? ഇപ്പോൾ ആരോഗ്യനില എങ്ങനെയാണ്? സൈഫുദ്ദീൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം കഴിഞ്ഞ 16 മുതൽ ചികിത്സയിലാണെന്നാണ് മനസ്സിലാകുന്ന വിവരം. പ്രത്യേകിച്ച് ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത് ഉൾപ്പെടെയുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് നമ്മൾ അല്പസമയം മുമ്പ് തന്നെ ആശുപത്രി അധികൃതരോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ആരോഗ്യം അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. മോശം അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇന്നലത്തെ അവസ്ഥയിൽ നിന്നോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ അവസ്ഥയിൽ നിന്നോ ഒരു മാറ്റവുമില്ല എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം സംസാരിക്കാനുള്ളത്, ഈ അല്പസമയത്തിനകം ഈ ഫെഫ്ക ഭാരവാഹികളും അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഡോക്ടർമാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് സംബന്ധിച്ച് ആ യോഗത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ എന്തെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. കുറെ നാളുകളായി ഇന്നലെയും ഒക്കെ അടുത്ത ബന്ധുക്കളും ഈ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള സിനിമാ പ്രവർത്തകരും ഒക്കെ ആശുപത്രിയിലുണ്ട്. ഇപ്പോഴും ഈ ആശുപത്രിയിൽ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് ഫെഫ്ക ഭാരവാഹികൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ സിനിമാ പ്രവർത്തകരും ഒപ്പം തന്നെ അടുത്ത ബന്ധുക്കളുമൊക്കെ ആ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിൽ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ, നിലവിലെ സ്ഥിതി എന്താണ് ഡോക്ടർമാർ പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകും. എന്തായാലും ആന്തരിക രക്തസ്രാവങ്ങളെ തുടർന്ന് അല്ലെങ്കിൽ മനസ്സിലാകുന്നത് സ്ട്രോക്ക് വന്നതാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. എന്തായാലും അങ്ങനെയുള്ള ഒരു അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്.